ഹലോ ഗായ്സ്, വെൽക്കം മക്കളെ. വെൽക്കം ബാക്ക് ടു ആർ ക്ലാസ്. അഞ്ജിത് സാർ ആണ്, ബയോളജി ആണ് മക്കളെ. നമ്മുടെ ജനറ്റിക്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ബയോളജിയുടെ ഫസ്റ്റ് ചാപ്റ്റർ, ജീവന്റെ ജനിതകം. ഈ ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണിത്. നമുക്ക് എന്ത് ചെയ്യാം, ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറച്ച് റിപ്പീറ്റഡ് ആയിട്ട് ഈ ടോപ്പിക്സ് കുറച്ച് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, നേരെ അപ്പം സിമ്പിൾ ടോപ്പിക് ആണ് സ്ട്രക്ചർ ഓഫ് ഡി എൻ എ. ഓക്കെ, സ്ട്രക്ചർ ഓഫ് ഡി എൻ എ, ഡി എൻ എയുടെ സ്ട്രക്ചറിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? സോ നോക്കാം നമുക്ക് structure of DNA. In 1953, James Watson and Francis Crick discovered the double helical model of DNA എന്നാണ് പറയുന്നത്. അതായത് വർഷം 1953 പണ്ട് രണ്ടുപേര് മക്കളെ, രണ്ടുപേര് പേര് ഇമ്പോർട്ടൻ്റ് ആണ്. ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക് had presented the double helical model of DNA. DNA യുടെ ഡബിൾ ഹെലിക്കൽ മോഡൽ പ്രസന്റ് ചെയ്തു, കണ്ടുപിടിച്ചു. ഇവർക്ക് ഈ മോഡൽ കണ്ടുപിടിക്കാൻ വേണ്ടി സഹായമായത് മറ്റു രണ്ടുപേരാണ്. മറ്റു രണ്ടുപേര് മക്കളെ പേര് പഠിച്ചോ. റോസലിൻഡ് ഫ്രാങ്ക്ലിൻ ആൻഡ് മോറിസ് വിൽക്കിൻസ്. റോസലിൻഡ് ഫ്രാങ്ക്ലിനും മോറിസ് വിൽക്കിൻസും ഇവർ എന്ത് ചെയ്തിരുന്നു? ഇവർ എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസ് നടത്തി. എക്സ്റേ ഡിഫ്രാക്ഷൻ പഠനങ്ങൾ കേട്ടോ. എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസ് നടത്തി. ഓക്കെ, എക്സ്റേ ഡിഫ്രാക്ഷൻ പഠനങ്ങൾ നടത്തിയിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി എക്സ്റേ ഡിഫ്രാക്ഷൻ പഠനങ്ങൾ നടത്തുന്നതിനിടയിൽ ഡി എൻ എന്റെ ഒരു ഫേമസ് ഫോട്ടോ എടുത്തു. ആ ഫോട്ടോ നമ്മൾ വിളിക്കേണ്ട പേര് ഫോട്ടോ 51 എന്നാണ്. സോ ഇവർ എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസ് നടത്തുന്നതിനിടയിൽ ഡി എൻ എ ഒരു ഫോട്ടോ എടുത്തു, ഫോട്ടോ 51. ആ ഫോട്ടോ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് റോസലിൻഡിനെയും ഫ്രാങ്ക്ലിനെയും എന്ത് ചെയ്തത്, വാട്സനെയും ക്രിക്കിനെയും ആ ഒരു ഡബിൾ ഹെലിക്കൽ മോഡൽ കണ്ടുപിടിക്കാൻ വേണ്ടി സഹായിച്ചത്. നമ്മൾ നാഴികക്കല്ലായി മാറുന്നൊക്കെ പറയില്ലേ, അതേപോലെ. സോ അങ്ങനെയാണെങ്കിൽ the crucial information that led to this discovery was obtained from the famous photo 51, an X-ray diffraction image of DNA taken by Rosalind Franklin. Okay, റോസലിൻ ഫ്രാങ്ക്ലിൻ ആണ് ആ ഫോട്ടോ എടുത്തത്. ഇനി പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം റോസലിൻ ഫ്രാങ്ക്ലിൻ മരിച്ചുപോയി. ബാക്കിയുള്ള 3 പേർക്ക്, വാട്സണും ഫ്രാൻസിസ് ക്രിക്കിനും അതേപോലെ മോറിസ് വിൽക്കിൻസിനും 1962 എന്ത് കിട്ടി? നൊബേൽ പ്രൈസ് ഇൻ മെഡിസിൻ കിട്ടിയിരുന്നു. ഓക്കെ മക്കളെ. സോ 1953 ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും ഡി എൻ എയുടെ ചുറ്റുകോണി മാതൃക കണ്ടുപിടിച്ചു. ഡി എൻ എയുടെ ചുറ്റുകോണി മാതൃക, മലയാളത്തിൽ ഡബിൾ ഹെലിക്കൽ മോഡലിനെ മലയാളത്തിൽ വിളിക്കുന്ന പേര് ചുറ്റുകോണി മാതൃക എന്നാണ്. ഓക്കെ, റോസലിൻഡ് ഫ്രാങ്ക്ലിൻ, മോറിസ് വിൽക്കിൻസ് എന്നിവരുടെ എക്സ്റേ പഠനങ്ങളെ ആസ്പദമാക്കിയാണ് ഡി എൻ എയുടെ ഘടന ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും നിർദ്ദേശിച്ചത്. റോസലിൻഡ് ഫ്രാങ്ക്ലിൻ എടുത്ത ഡി എൻ എയുടെ എക്സ്റേ ഡിഫ്രാക്ഷൻ ചിത്രങ്ങളിൽ പ്രശസ്തമായ ഫോട്ടോ 51 എന്ന ചിത്രത്തിൽ നിന്നാണ് ഈ കണ്ടെത്തലിലാക്കിയ നിർണായക വിവരം ലഭിച്ചത്. പിന്നീട് റോസലിൻ ഫ്രാങ്ക്ലിൻ മരിച്ചു പോയിരുന്നു. ഡി എൻ എയുടെ ചുറ്റുകോണി മാതൃക കണ്ടെത്തിയതിന് ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക്, മോറിസ് എന്നിവർക്ക് 1962 മെഡിസിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചു. ഇത്രയും കാര്യമാണ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. 4 പേരുടെ കാണിച്ചു കേട്ടോ. ഈ സൈഡിലായിട്ട് 4 പേരെ, റോസലിൻഡ് ഫ്രാങ്ക്ലിന്റെ ചിത്രവും അതേ മോറിസിന്റെയും ഫ്രാൻസിസിന്റെയും വാട്സന്റെ ഒക്കെ ചിത്രം കൊടുത്തിട്ടുണ്ട്. മനസ്സിലാക്കി വെക്കാം. ഇവരൊക്കെ പേര് പഠിച്ചു വെക്കുക. ചിത്രം കണ്ടുപിടിക്കണം എന്ന് നിർബന്ധമില്ല, പേര് പഠിച്ചു വെക്കുക കേട്ടോ. സോ എന്താണ് ഈ ഡബിൾ ഹെലിക്കൽ മോഡൽ, എന്താണ് ചുറ്റുകോണി മാതൃക എന്നും പഠിക്കാം. ശ്രദ്ധിക്കൂ, ഇതാണ് ഡി എൻ എയുടെ ഡബിൾ ഹെലിക്കൽ മോഡൽ അല്ലെങ്കിൽ ചുറ്റുകോണി മാതൃക എന്ന് പറയാം അല്ലെ. നോക്കാം നമുക്ക് നമ്മളൊക്കെ കണ്ടുപരിചയമുള്ള കണ്ടുപരിചയമുള്ള ഒരു സ്ട്രക്ചർ തന്നെയാണ്. എവിടെയെങ്കിലൊക്കെ നമ്മൾ ഈ സാധനം കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ വരയ്ക്കുന്ന ഈ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ഡബിൾ ഹെലിക്കൽ മോഡൽ, ചുറ്റുഗോവണി മാതൃക അല്ലെ. ഒരു കോണി ഇങ്ങനെ ചുരുട്ടി വെച്ച പോലെ ഫീൽ ചെയ്യും. ചുറ്റുഗോവണി അല്ലെങ്കിൽ ഡബിൾ ഹെലിക്കൽ മോഡൽ എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ സ്ട്രക്ചറിനെ കംപ്ലീറ്റ്ലി വിശകലനം ചെയ്ത് പഠിക്കാൻ പോകും മക്കളെ. സോ നമ്മൾ ഈ സ്ട്രക്ചറിലേക്ക് നോക്കുമ്പോൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഡി എൻ എ ഹാസ് 2 സ്ട്രാൻഡ്സ്. ഡി എൻ എക്ക് 2 ഇഴകളുണ്ട് അല്ലേടാ. നോക്കൂ,
ഇതാ DNA ഒന്നാമത്തെ ഇഴ, ഇതാ ഇത് DNA ഒന്നാമത്തെ ഇഴയാണെങ്കിൽ ഇതാണ് DNA രണ്ടാമത്തെ ഇഴ. സോ DNA ഹാസ് 2 strands മക്കളെ. DNA രണ്ട് സ്ട്രാൻഡ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതാ ആദ്യ സ്ട്രാൻഡ്, ഇതാ ഈ സ്ട്രാൻഡിനെ ശ്രദ്ധിക്കൂ, ഒന്നാമത്തെ സ്ട്രാൻഡ് ഇങ്ങനെയാണ്, ഈ സ്ട്രാൻഡിനെ ഞാൻ ഇപ്പുറത്തേക്ക് മാറ്റി വെച്ചു, നേരെ വെച്ചു. എന്നിട്ട് ഞാൻ അതിനെ ഭയങ്കരമായി സൂം ചെയ്യാണ്. ഭയങ്കരമായി സൂം ചെയ്യുമ്പോൾ എനിക്ക് ആ സ്ട്രക്ചറിൽ എന്തെല്ലാം കാണാൻ സാധിക്കും എന്നാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. നോക്കാം നമുക്ക്. ഓക്കെ, ഇത്ര മാത്രം വരയ്ക്കുകയാണ്. DNA ഒരു ഭാഗം, ഒരു കഷ്ണം മാത്രം ഞാൻ വരച്ചു കേട്ടോ. സോ മക്കളെ, ഈ ചിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, DNA ഒരു സ്ട്രാൻഡ്, ഒരു ഇഴയാണ് അല്ലേ. സോ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, ഇതിൽ രണ്ടു തരം സ്ട്രക്ചർ ഉണ്ട്, രണ്ടു തരം ഘടനയുണ്ട് അല്ലെ. ഒന്ന് ഒരു റൗണ്ട് ആയിട്ടുള്ള ഈ ആൾക്കാരാണ്, റൗണ്ട് ആയിട്ടുള്ള ഇത്തരം ആൾക്കാർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സ്ട്രക്ചറിൽ കാണാം. അതല്ലെങ്കിൽ നമ്മൾ ചെറുപ്പത്തിലൊക്കെ വീട് വരയ്ക്കുന്ന പോലെയുള്ള ഒരു ഷേപ്പിനെ എന്ത് ചെയ്യാം, നമുക്ക് ഈ സ്ട്രക്ചറിൽ കാണാൻ സാധിക്കും. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കണം, ഈ റൗണ്ട് കളറിൽ വരച്ച ആൾക്കാരൊക്കെ ഫോസ്ഫേറ്റ് മോളിക്യൂൾസ് ആണ് മക്കളെ, ഫോസ്ഫേറ്റ് മോളിക്യൂൾസ്. അങ്ങനെയാണെങ്കിൽ ഈ വീടിന്റെ ഷേപ്പിൽ വരച്ച ആൾക്കാർ ഷുഗർ മോളിക്യൂൾ അല്ലെ. ഇത് ഫോസ്ഫേറ്റ് ആണ്, ഇത് ഷുഗർ ആണ്. ഇത് ഫോസ്ഫേറ്റ് ആണ്, ഷുഗർ ആണ്. ഫോസ്ഫേറ്റ് ആണ്, ഷുഗർ ആണ്. ഫോസ്ഫേറ്റ് ഉണ്ടാകും, ഷുഗർ ഉണ്ടാകും. ഫോസ്ഫേറ്റ് ഉണ്ടാകും, ഷുഗർ ഉണ്ടാകും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറഞ്ഞൂടെ, DNA സ്ട്രാൻഡ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഷുഗർ മോളിക്യൂൾ ആൻഡ് ഫോസ്ഫേറ്റ് മോളിക്യൂൾ. DNA ഇഴ നിർമ്മിച്ചിരിക്കുന്നത് പഞ്ചസാര തന്മാത്ര കൊണ്ടും അതേപോലെ ഫോസ്ഫേറ്റ് തന്മാത്ര കൊണ്ടുമാണ്. ഫസ്റ്റ് പോയിന്റ് ആട്ടോ. ഇനി ഇത് ഒരു സ്ട്രാൻഡ് ആയിട്ടേ ഉള്ളൂ. എന്താ, ഈ രണ്ടാമത്തെ സ്ട്രാൻഡിനെയും കൂടി ഞാൻ എന്ത് ചെയ്യാം, ഇപ്പുറത്തേക്ക് വരയ്ക്കുകയാണ്. സോ വരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ഒരു ചെറിയ വ്യത്യാസം ഉണ്ടായിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ ഈ സ്ട്രാൻഡ് വരയ്ക്കുക അല്ലേ. നോക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, ഇങ്ങനെയാണ് രണ്ടാമത്തെ സ്ട്രാൻഡ് ഉള്ളത്. മനസ്സിലാക്കണം, രണ്ടാമത്തെ സ്ട്രാൻഡ് തല കീഴായിട്ടാണ്, ഇൻവേർട്ടഡ് ആയിട്ടാണ് വരിക. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ഫോസ്ഫേറ്റ് മോളിക്യൂൾ, ഷുഗർ മോളിക്യൂൾ, ഫോസ്ഫേറ്റ് മോളിക്യൂൾ, ഷുഗർ മോളിക്യൂൾ, ഫോസ്ഫേറ്റ് തന്മാത്ര, പഞ്ചസാര തന്മാത്ര, ഫോസ്ഫേറ്റ് തന്മാത്ര, പഞ്ചസാര തന്മാത്ര. സോ DNA സ്ട്രാൻഡ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഷുഗർ മോളിക്യൂൾ ആൻഡ് ഫോസ്ഫേറ്റ് മോളിക്യൂൾ. മക്കളെ, അങ്ങനെയാണെങ്കിൽ ഇതാ ഈ ചിത്രം നോക്കൂ. ഈ ചിത്രം ചുറ്റുകോണി മാതൃക അല്ലെ. ചുറ്റുകോണി എന്ന് പറഞ്ഞാൽ എന്താ, ചുറ്റുകോണി എന്താ അല്ലെ, സ്റ്റെയർ കേസ് അല്ലേ. അതായത് കോണിയെ ഇങ്ങനെ ചുരുട്ടി വെച്ചതുപോലെ. ദാറ്റ് മീൻസ് കോണി എന്ന് പറയുമ്പോൾ, സ്റ്റെയർ കേസ് എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കിയേ, നമുക്ക് കൈ വെക്കാൻ വേണ്ടി രണ്ട് സൈഡിൽ രണ്ട് സാധനം ഉണ്ടാവും. ഓക്കെ, അതേപോലെ അതിന് സെന്ററിലായിട്ട് കയറി പോകാൻ പടികൾ അല്ലെ, സ്റ്റെപ്സ്, പടികൾ ഉണ്ടാകും, പടികൾ. നോക്കിയേ, അതേപോലെ അല്ലേ ഇത്, നമുക്ക് കൈ വെക്കാനുള്ള രണ്ട് സാധനമാണ് ഇതെന്ന് വിചാരിക്കുക. അതിന് സെന്ററിലായിട്ട് എന്ത് ചെയ്യാണ്ട് കയറി പോകാനുള്ള പടികൾ, സ്റ്റെപ്സ് ഉണ്ട് അല്ലെ. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ വരച്ച ഈ വലിയ സ്ട്രക്ചറിൽ അല്ലെ, നമ്മൾ ഡീറ്റെയിലിംഗ് കാണിച്ചു വരച്ച സ്ട്രക്ചറിൽ കൈവെക്കുന്ന രണ്ട് ഭാഗം വന്നു, കൈവെക്കുന്ന രണ്ട് ഭാഗം ഉണ്ടായി. ഇനി സ്റ്റെപ്സ് വേണ്ടേ, പടികൾ വേണ്ടേ മക്കളെ. സ്റ്റെപ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് നൈട്രജൻ ബേസസ് കേട്ടോ. നമ്മളുടെ DNA സ്ട്രക്ചറിലെ സ്റ്റെപ്പുകൾ നിർമ്മിച്ചിരിക്കുന്നത് നൈട്രജൻ ബേസുകൾ കൊണ്ടാണ്. നൈട്രജൻ ബേസുകൾ മനസ്സിലാക്കണം, നൈട്രജൻ ബേസുകൾ. നൈട്രജൻ ബേസസ്. ഓക്കെ, DNA നാല് നൈട്രജൻ ബേസ് ഉണ്ട്, 4 നൈട്രജൻ ബേസ്. അത് ആരെല്ലാമാണ്? ഒന്നാം താളെ വിളിക്കൂ, അഡിനിൻ, അഡിനിൻ. രണ്ടാം താളെ വിളിക്കൂ, തൈമിൻ, തൈമിൻ. മൂന്നാമത്തെ ആളെ വിളിക്കൂ, ഗ്വാനിൻ,
ഗ്വാനിൻ. നാലാം തള വിളിക്കൂ, സൈറ്റോസിൻ. സൈറ്റോസിൻ. സെറ്റല്ലേ, സെറ്റല്ലേ? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ കേട്ടോ. അങ്ങനെയാണ് 4 നൈട്രജൻ ബേസ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവരെ എങ്ങനെ വരച്ച് കാണിക്കുക? എങ്ങനെ വരച്ച് കാണിക്കും ഇവരെല്ലാം? ശ്രദ്ധിക്കണം. ദാ ഇവിടെ നിന്ന് ഒരു അഡിനിൻ എന്ന് പറയുന്ന മോളിക്യൂൾ അല്ലെങ്കിൽ നൈട്രജൻ ബേസ് വന്നു എന്ന് വിചാരിക്കും. ഇത് അഡിൻ ആണ്, അഡിനിൻ. അങ്ങനെയാണെങ്കിൽ അഡിനിനോട് പെയർ ചെയ്യാൻ എപ്പോഴും വരിക ഒരു തൈമിനായിരിക്കും, ഒരു തൈമിൻ. അത് എപ്പോഴും അങ്ങനെ. അവർ തമ്മിൽ ഭയങ്കര ഇഷ്ടത്തിലാണ്, ഭയങ്കര ലൈക്കാ, അവർ വിട്ടുപോകില്ല, ഭയങ്കര ലൈക്കാ. സോ അങ്ങനെയാണെങ്കിൽ അവർക്കിടയിൽ ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്യും കേട്ടോ. അവർക്കിടയിൽ ഒരു ഡബിൾ ബോണ്ടും ഉണ്ടായിരിക്കും. ഡബിൾ ബോണ്ട്. സെറ്റ് അല്ലേ, സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ ഇതാ ഇവിടെ നിന്ന് ഒരു ഗ്വാനിൻ വന്നു എന്ന് സങ്കല്പിക്കൂ. ഒരു ഗ്വാനിൻ. സ്വാഭാവികമായിട്ടും ഇവിടുന്ന് ആരേ വരുള്ളൂ? ഒരു സൈറ്റോസിൻ മാത്രമേ വരുള്ളൂ മക്കളെ, ഒരു സൈറ്റോസിൻ മാത്രമേ വരുള്ളൂ. അവർ തമ്മിൽ അഗാധമായ പ്രണയത്തിലാണ്. ട്രിപ്പിൾ ബോണ്ട് വിട്ടു പോവേയില്ല. ട്രിപ്പിൾ ബോണ്ട്. ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ ഇതാ ഇവിടെ ശ്രദ്ധിക്കൂ. ഇതൊരു തൈമിൻ മോളിക്യൂൾ, ഒരു തൈമിൻ നൈട്രജൻ ബേസ് ആണെങ്കിൽ ഇതാ ഇവിടുന്ന് ആര് മാത്രമേ വരുള്ളൂ? അഡിനിൻ മാത്രമേ വരുള്ളൂ അല്ലെ? കാരണം അവർ തമ്മിൽ എന്തുണ്ട്? അവർ തമ്മിൽ ഒരു ഡിങ്കോൾഫി ഉണ്ട്. ഇനി അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് സൈറ്റോസിൻ വന്നു അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ആര് മാത്രമേ വരുള്ളൂ? ഗ്വാനിൻ മാത്രമേ വരുള്ളൂ. ബിക്കോസ് അവർ തമ്മിലും ഒരു ഡിങ്കോൾഫി ഉണ്ട്. ട്രിപ്പിൾ ഡിങ്കോൾഫി അല്ലെ? സോ അങ്ങനെയാണെങ്കിൽ ഇതാണ് മക്കളെ DNA സ്ട്രക്ചർ. സോ റൺസ് ഇൻ ദി DNA സ്ട്രക്ചർ ആർ മെയ്ഡ് അപ്പ് ഓഫ് നൈട്രജൻ ബേസസ്. DNA ഘടനയിലെ പടികൾ, റൺസ് എന്ന് പറഞ്ഞ പടികൾ കേട്ടോ, പടികൾ നിർമ്മിച്ചിരിക്കുന്നത് നൈട്രജൻ ബേസുകൾ കൊണ്ടാണ്. സെറ്റ് അല്ലേ? വളരെ സിമ്പിൾ മക്കളെ, വളരെ സിമ്പിൾ. സോ അങ്ങനെയാണെങ്കിൽ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു കാര്യമാണ്. അതായത് നോക്കൂ, ഞാൻ ഈ സ്ട്രക്ചറിനെ ഇവിടെ മാർക്ക് ചെയ്യണം. ഓക്കെ. ഇതേപോലെ തന്നെയല്ലേ ഇതേപോലെ തന്നെയല്ലേ ഈ സ്ട്രക്ചറും? അതുപോലെ തന്നെയല്ലേ ഈ സ്ട്രക്ചറും? ഇതുപോലെ തന്നെയല്ലേ ഈ സ്ട്രക്ചറും? അല്ലേടാ, അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ ഒരേ സ്ട്രക്ചേഴ്സ് ഇങ്ങനെ അടുക്കി വെച്ചതാണ് DNA അല്ലെ? ഒരേപോലെയുള്ള ഈ സ്ട്രക്ചറിനെ ഇങ്ങനെ അടുക്കി വെച്ചാണ് DNA. സോ അങ്ങനെയാണെങ്കിൽ ഈ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് നൈട്രജൻ ബേസ്. എന്താ വിളിക്കാം നമുക്ക്? നൈട്രജൻ ബേസ് വിളിക്കാം. നൈട്രജൻ ബേസ്. സോ എന്താണ് ഒരു നൈട്രജൻ ബേസ്? ന്യൂക്ലിയോടൈഡ്. ഓക്കെ. ആ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേര് ന്യൂക്ലിയോടൈഡ് എന്നാണ്. സോ എന്താണ് ഒരു ന്യൂക്ലിയോടൈഡ്? എ ന്യൂക്ലിയോടൈഡ് കൺസിസ്റ്റ് ഓഫ് എ sugar molecule, phosphate molecule and a nitrogen base. ഒരു ന്യൂക്ലിയോടൈഡിൽ ഒരു ഫോസ്ഫേറ്റ് തന്മാത്രയും ഉണ്ടാകും, ഒരു പഞ്ചസാര തന്മാത്രയും ഉണ്ടാകും, അതിന്റെ കൂടെ ഒരു നൈട്രജൻ ബേസും ഉണ്ടാകും. ഇതാ ശ്രദ്ധിക്കൂ, ഇതൊരു ഫോസ്ഫേറ്റ് മോളിക്യൂൾ. അല്ലെ? ഫോസ്ഫേറ്റ്. ഓക്കെ. ഇതൊരു ഷുഗർ മോളിക്യൂൾ അല്ലെ? ഇതൊരു പഞ്ചസാരയാണ്, പഞ്ചസാര. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? ഇതൊരു നൈട്രജൻ ബേസ് ആണ്. നൈട്രജൻ ബേസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിലും നൈട്രജൻ ബേസ്. സെറ്റ് അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ ന്യൂക്ലിയോടൈഡ് കണ്ടെയ്ൻസ് ഫോസ്ഫേറ്റ് മോളിക്യൂൾ, ഷുഗർ മോളിക്യൂൾ ആൻഡ് എ നൈട്രജൻ ബേസ്. നോക്കൂ, ഇവിടെ പറഞ്ഞ പോലെ
ഒരുപാട് ന്യൂക്ലിയോടൈഡ്സ് ചേർത്ത് വെച്ചുകൊണ്ടാണ് DNA അല്ലെ DNA സ്ട്രാൻഡ് അല്ലെ DNA ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെ. ഒരുപാട് ന്യൂക്ലിയോടൈഡ് ചേർത്ത് വെച്ചാണ് DNA ഉണ്ടാക്കിയിരിക്കുന്നത്. സോ പറഞ്ഞൂടെ ന്യൂക്ലിയോടൈഡ്സ് ആർ ദി ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് DNA. ന്യൂക്ലിയോടൈഡ്സ് ആർ ദി ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് DNA. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഞാനിപ്പോ പറഞ്ഞത്. ന്യൂക്ലിയോടൈഡ്സ് ആർ ദി ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് DNA. Nucleotides are the building blocks of DNA. സെറ്റ് അല്ലേ? ഓക്കെ. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോന്നായിട്ട്, അതായത് ഇതിൽ 3 ആൾക്കാരുണ്ടെന്ന് പറഞ്ഞല്ലോ, ഇതിൽ ഓരോരുത്തരെ കുറിച്ചും പറയാം. ആദ്യമായിട്ട് ഷുഗർ മോളിക്യൂൾ. ശ്രദ്ധിക്കൂ, ഷുഗർ മോളിക്യൂളിനെ പറ്റി ആദ്യം പറയാം. ഈ ഷുഗർ മോളിക്യൂളിന്റെ പ്രത്യേകത എന്താ അറിയോ? ഇതിന്റെ ഓരോ കോർണറും നമുക്ക് എണ്ണി നോക്കാം. എന്താ 1 2 3 4 5 അല്ലെ, 5 കോർണേഴ്സ് ഉണ്ട്. 5 കോർണർ മീൻസ് ഒരു പെന്റഗൺ ഷേപ്പ് ആണ് അല്ലെ. ഓരോ കോർണറിനെയും നമ്മൾ ഓരോ കാർബൺ ആറ്റമായിട്ട് പരിഗണിക്കാം. ഈച്ച് കോർണേഴ്സ് ആർ കൺസിഡർഡ് ആസ് എ കാർബൺ ആറ്റം. ദാറ്റ് മീൻസ് ഓരോ മൂലകളെയും ഓരോ കാർബൺ ആറ്റമായി പരിഗണിക്കുകയാണെങ്കിൽ ഈ ഒരു പഞ്ചസാരയിൽ 5 കാർബൺ ഉണ്ട് അല്ലെ, 5 കാർബൺ. സോ നമുക്ക് പറയാം ഇതൊരു 5 കാർബൺ ഷുഗർ ആണ്. ഇതൊരു 5 കാർബൺ 5 കാർബൺ ഷുഗർ. ഇതൊരു 5 കാർബൺ ഷുഗർ ആണ്. ഒരു 5 കാർബൺ ഷുഗർ ആണ്. ഈ 5 കാർബൺ ഷുഗറിന്റെ പേര് പഠിച്ചു വെച്ചോ. ഡിഓക്സി റൈബോസ് ഷുഗർ. ഡിഓക്സി റൈബോസ് ഷുഗർ കേട്ടോ. ഡിഓക്സി റൈബോസ് ഷുഗർ. സെറ്റ് അല്ലേ? മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ അങ്ങനെ തന്നെയാ പറയാ. 5 കാർബൺ പഞ്ചസാരയാണ് ഡിഓക്സി റൈബോസ് പഞ്ചസാര കേട്ടോ. ഡിഓക്സി റൈബോസ് പഞ്ചസാര. സെറ്റ്. ഓക്കെ. ഇനി അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹമാണ് ഫോസ്ഫേറ്റ് തന്മാത്ര, ഫോസ്ഫേറ്റ് മോളിക്യൂൾ. ഇയാളെ പണി എന്താ നോക്കുക. ഈ ഫോസ്ഫേറ്റ് അല്ലേ ഈ 2 ആൾക്കാരുടെ ഇടയിൽ ബോണ്ട് ആക്കുന്നത്. ബോണ്ട് അല്ലെ. ഈ ഫോസ്ഫേറ്റ് അല്ലേ ഇയാളെയും ഇടയിൽ ബോണ്ട് ഉണ്ടാക്കാൻ സഹായിക്കുന്നത്. ഈ ഫോസ്ഫേറ്റ് അല്ലേ ഇദ്ദേഹത്തിന്റെയും ഇടയിലെ ബോണ്ട് ഉണ്ടാക്കാൻ സഹായിക്കുന്നത്. സോ പറഞ്ഞൂടെ ഹെൽപ്സ് ഇൻ ദി ഫോർമേഷൻ ഓഫ് ബോണ്ട് ബിറ്റ്വീൻ ന്യൂക്ലിയോടൈഡ്സ് എന്ന് പറഞ്ഞൂടെ അല്ലേ. ന്യൂക്ലിയോടൈഡുകൾക്കിടയിലെ ബോണ്ട് നിർമ്മാണത്തിന് സഹായിക്കുന്നു. പാർട്ടിസിപ്പേറ്റ്സ് ഇൻ ദി ഫോർമേഷൻ ഓഫ് ബോണ്ട് ദാറ്റ് ലിങ്ക് ന്യൂക്ലിയോടൈഡ്സ് ടുഗദർ. ന്യൂക്ലിയോടൈഡുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ബോണ്ടുകളുടെ രൂപീകരണത്തിൽ പങ്കെടുക്കുന്നു. ന്യൂക്ലിയോടൈഡിനെ തമ്മിൽ കൂട്ടിച്ചേർക്കാൻ ബോണ്ട് വേണം. ആ ബോണ്ടിൽ പങ്കെടുക്കുന്നത് ആരാ? ഫോസ്ഫേറ്റ് ആണ്. ഫോസ്ഫേറ്റ്. ഇനി നോക്കൂ, ലാസ്റ്റ് ആളതാ ഇയാള് നൈട്രജൻ ബേസ് എന്ന് പറഞ്ഞു. നൈട്രജൻ ബേസ് 4 നൈട്രജൻ ബേസ് ഉണ്ടെന്ന് പഠിച്ചു. സോ എന്താണ് നൈട്രജൻ ബേസ്? അല്ലെ, നൈട്രജൻ ബേസ് നോക്കൂ. ബേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കെമിസ്ട്രിയിൽ ആൽക്കലി എന്ന് പഠിക്കാറുണ്ട്. ആൽക്കലി അല്ലെ, ആൽക്കലി. ബേസ് എന്ന് പറഞ്ഞാൽ കെമിസ്ട്രി ആൽക്കലി എന്ന് പഠിക്കും. സോ നൈട്രജൻ ബേസ് എന്ന് പറഞ്ഞാൽ നൈട്രജൻ അടങ്ങിയ ആൽക്കലി. നൈട്രജൻ കണ്ടെയ്നിങ് ആൽക്കലൈൻ കോമ്പൗണ്ട്. നൈട്രജൻ കണ്ടെയ്നിങ് ആൽക്കലൈൻ കോമ്പൗണ്ട് അല്ലെ. നൈട്രജൻ അടങ്ങിയ ആൽക്കലി സ്വഭാവമുള്ള സംയുക്തം. സെറ്റ് അല്ലേ? സോ ഇതാണ് ഒരു ന്യൂക്ലിയോടൈഡിന്റെ സ്ട്രക്ചറിനെ പറ്റി നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, സംസാരിക്കാനുള്ളത്. ഓക്കെ. സോ നമ്മൾ DNA സ്ട്രക്ചറിനെ പറ്റി പറഞ്ഞു, ന്യൂക്ലിയോടൈഡിന്റെ സ്ട്രക്ചറിനെ പറ്റി പറഞ്ഞു. ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. ഫിഗർ തന്നിട്ടുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട് ഈ ഭാഗത്തിന്റെ എക്സാമിന് പ്രതീക്ഷിക്കാം. സോ മക്കളെ അത്രയുമാണ് നമുക്ക് ഈ ടോപ്പിക് സംസാരിക്കുന്നത്. വൈൻഡപ്പ് ചെയ്യാണ്. പറഞ്ഞ ടോപ്പിക് വ്യക്തമാക്കി മനസ്സിലാക്കി വിചാരിക്കുന്നു. വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക. സോ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആയിട്ട് സാറ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ മക്കളെ സൈനിങ് ഓവർ നിങ്ങളുടെ അഞ്ജിത് സാർ. ബൈ.